ഹലോ കൂട്ടുകാരെ, മത്തി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലൊന്ന് വറുത്ത് നോക്കിയാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എപ്പോഴും ഒരുപോലെ തന്നെ വറുക്കാതെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ നമുക്കൊന്ന് വറുത്ത് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ? നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. എണ്ണ നല്ലപോലെ ചൂടാവേണ്ട ആവശ്യമില്ല, അതിനേക്കാൾ മുന്നേ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. പിന്നെ വേണ്ടത് എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുവേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മീനാണ്. അപ്പോൾ മീൻ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് എടുക്കുന്നത് ഒരു 4 മത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വലിയ മത്തിയാണ്. അപ്പോൾ വരഞ്ഞ് വേണമെങ്കിൽ എടുക്കാം, ഇല്ല വരയാതെ വേണമെങ്കിലും അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മത്തി മാത്രമല്ല, ഏത് മീനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ മത്തിയാണെങ്കിൽ നമുക്ക് പറയണ്ടല്ലോ, മലയാളികൾക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടൊരു മീനാണ് മത്തി. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ മീന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ വറുക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇങ്ങനെ വറുത്തെടുത്താൽ. ശരിക്കും ഈ ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് ചോറും കൂടിയിട്ട് നല്ലപോലെ പെരട്ടി കഴിച്ചു കഴിഞ്ഞാലുണ്ടോ, ആഹാ എന്താ ടേസ്റ്റ് എന്നറിയാവോ. ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.